മൂത്ത മകൻ പല കാര്യങ്ങളിലും ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം, അതായത് ഒന്ന് പിറന്നോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം. അവന്റെ കഴിവിനനുസരിച്ച് അവന്റെ ഗ്രോത്ത് ഇല്ല. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരുപക്ഷെ അത് കാരണമായി തീരാം. മൂത്ത ആൺകുട്ടിയുടെ ദിക്ക് വീടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കിഴക്കാണ്. അപ്പൊ ഇതിന് നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഈ വീട് സ്ക്വയർ ഷേപ്പ് അല്ല. ഇതിന്റെ ഈസ്റ്റും നോർത്ത് ഈസ്റ്റും നമുക്ക് കട്ടായി പോയിട്ടുണ്ട്. ഫംഗ്ഷൻ പ്രകാരം ആരോഗ്യത്തിന്റെ ദിക്കെന്ന് പറയുന്നത് കിഴക്കാണ്. കിഴക്ക് മിസ്സിംഗ് ആയ വീടുകളിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. കിഴക്ക് ദിക്കെന്ന് പറയുന്നത് കുടുംബത്തിലെ മൂത്ത ആൺകുട്ടിയുടെ ദിക്കാണ്. അത് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അവന്റെ കഴിവിനനുസരിച്ച് ഒരു പ്രോഗ്രസ് ഇല്ല. പല കാര്യങ്ങളിലും പിറന്നോട്ട് നിൽക്കാൻ, അതായത് ഉൾവലിഞ്ഞു നിൽക്കാനുള്ളൊരു സ്വഭാവം അവനിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം വീടുകൾ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈസ്റ്റ് ആണ് ഇവിടെ മിസ്സിംഗ് ആയിരിക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് മിസ്സിംഗ് ആയിരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് എലമെന്റ് ബേസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഭാഗത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വെച്ച് നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.